1992 ബോംബെയിലെ മഗധ ബാങ്കിൽ വെറും 6000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ ക്യാഷറായിരുന്നു ഭാസ്കർ. കുടുംബത്തിലെ ദാരിദ്ര്യവും കടബാധ്യതകളും അയാളെ അലട്ടിയിരുന്നു. തന്റെ മകന് ഒരു നല്ല ഡ്രസ്സ് വാങ്ങി നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് തന്റെ മകൻ അപമാനിക്കപ്പെട്ടപ്പോൾ ഭാസ്കർ ഒരു തീരുമാനമെടുക്കുന്നു. എന്ത് വില കൊടുത്തും പണമുണ്ടാക്കണമെന്ന്. അങ്ങനെ ഭാസ്കർ ആന്റണി എന്നൊരാളെ സഹായിക്കാനായി ബാങ്ക് വോൾട്ടിൽ നിന്നും 2 ലക്ഷം രൂപ രഹസ്യമായി എടുത്ത് മലേഷ്യയിൽ നിന്നും ടിവികൾ ഇറക്കുമതി ചെയ്യുന്ന ബിസിനസ്സിൽ ഭാസ്കർ പങ്കാളിയായി. ഇതിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് അയാൾ തന്റെ കടങ്ങളെല്ലാം വീട്ടി. എന്നാൽ അയാളുടെ ജീവിതം മാറി മറിഞ്ഞത് ബാങ്കിൽ നടക്കുന്ന വലിയൊരു തട്ടിപ്പ് കണ്ടെത്തിയപ്പോഴാണ്. VR ചെക്കുകൾ ഉപയോഗിച്ച് ഹർഷ എന്നൊരു വലിയ ഇൻവെസ്റ്റർ ബാങ്കിലെ പണം നിയമവിരുദ്ധമായി ഓഹരി വിപണിയിൽ ഉപയോഗിക്കുന്നത് ഭാസ്കർ തിരിച്ചറിയുന്നു. അങ്ങനെ ഭാസ്കർ ആ സ്കാമിൽ നിന്നും 1% കമ്മീഷനും ഓഹരി വിപണിയിലെ രഹസ്യ വിവരങ്ങളും ആവശ്യപ്പെട്ടു. ലക്ഷങ്ങൾ ഒഴുകി തുടങ്ങിയപ്പോൾ ലോട്ടറി ടിക്കറ്റിലൂടെയും ഭാര്യ സുമതിയുടെ പേരിൽ തുടങ്ങിയ ഒരു ഫുഡ് കമ്പനികളുടെയും അയാൾ പണം വെളുപ്പിച്ചെടുത്തു. പണം വർദ്ധിച്ചതോടെ ഭാസ്കർ അഹങ്കാരിയായി മാറി. വഴിയിലെ തടസ്സങ്ങൾ മാറ്റാൻ അയൽക്കാർക്ക് പണം നൽകി റോഡ് വൺ വേ ആക്കി മാറ്റി. എന്നാൽ ബാങ്കിൽ നിന്നുള്ള തട്ടിപ്പ് പണം 100 കോടി കടന്നതോടെ ഭാസ്കർ അപകടം മണത്തു. തന്റെ കൂടെയുള്ള ബാങ്ക് മാനേജർ ഹൃദയാഘാതം മൂലം മരിക്കുകയും ബാങ്ക് അധികൃതർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പായതോടെ അയാൾ ജോലി രാജിവെച്ചു. CBIയും അഴിമതിക്കാരായ ബാങ്ക് ഉദ്യോഗസ്ഥരും ചേർന്ന് ഭാസ്കറിന് കൊടുക്കാൻ ശ്രമിച്ചു. ഹർഷ വരുത്തിയ 100 കോടിയുടെ കടബാധ്യത ഭാസ്കറിന്റെ അക്കൗണ്ടിൽ നിന്നും മാറ്റാൻ അവർ അയാളെ കൊണ്ട് നിർബന്ധിച്ച് ചെക്കിൽ ഒപ്പിടുവിച്ചു. എന്നാൽ അവിടെയാണ് ഭാസ്കറിന്റെ ബുദ്ധി പ്രവർത്തിച്ചത്. 10 ദിവസം മുൻപേ അയാൾ തന്റെ ബാങ്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുകയും മുഴുവൻ പണം പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ RBIക്ക് ബാങ്കിലെ അഴിമതിയെക്കുറിച്ച് കൃത്യമായി റിപ്പോർട്ട് നൽകി കുറ്റവാളികളെ കുടുക്കിയ ശേഷം ഭാസ്കർ തന്റെ കുടുംബത്തോടൊപ്പം അമേരിക്കയിലേക്ക് രക്ഷപ്പെടുന്നു.